ഇന്ത്യൻ വിപണിയിൽ കഴിഞ്ഞ 4 മാസക്കാലത്തോളമായി തിരുത്തൽ നേരിടുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ പ്രമുഖ മാർക്കറ്റ് അനലിസ്റ്റുകൾക്കിടയിൽ സമീപഭാവിയിലേക്കുള്ള വിപണി സാധ്യതകളെക്കുറിച്ച് അഭിപ്രായ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതുപ്രകാരം സമീപഭാവിയിൽ NSE നിഫ്റ്റി സൂചികയിൽ ഏകദേശം 10% ഇടിവ് നേരിടാമെന്നാണ് ബഹുഭൂരിപക്ഷം അനലിസ്റ്റുകൾ സൂചിപ്പിച്ചത്. പ്രതികൂല ആഗോള ഘടകങ്ങളും ആഭ്യന്തര വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നിഗമനം. എന്നിരുന്നാലും 2025 അവസാനത്തെ സാധ്യതകളെക്കുറിച്ച് ഭേദപ്പെട്ട അഭിപ്രായവും പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒന്ന് നോക്കാം. കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രവർത്തനഫലം പ്രതീക്ഷയ്ക്കത് ഉയരാതിരുന്നതിനാലും വിദേശ നിക്ഷേപകരുടെ ശക്തമായ വിൽപ്പനയും മറ്റു പ്രതികൂല ആഗോള ഘടകങ്ങളുടെ സ്വാധീനവും കാരണം കഴിഞ്ഞ 4 മാസത്തോളമായി ഇന്ത്യൻ ഓഹരി വിപണി ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലൂടെയാണ് നീങ്ങുന്നത്. പുതുവർഷത്തിലും സ്ഥിതി വിഭിന്നമല്ല. ജനുവരി 1 മുതൽ ഇതുവരെയുള്ള കാലയളവിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൂചികകളായ NSEയുടെയും നിഫ്റ്റിയുടെയും BSEയുടെ സെൻസെക്സും 3% വീതം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സെപ്റ്റംബർ രേഖപ്പെടുത്തിയ സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൽ നിന്നും സൂചിക ഏകദേശം 3100-ലധികം പോയിന്റും സെൻസെക്സ് ഏകദേശം 10,000-ഓളം പോയിന്റും വീതം നഷ്ടം നേരിടുന്നുണ്ട്. അതായത് സർവകാല റെക്കോർഡ് ഉയരത്തിൽ നിന്നും ഏറെക്കുറെ 12% വീതം പ്രധാനപ്പെട്ട 2 അടിസ്ഥാന ഇൻഡെക്സുകളും തകർച്ച നേരിട്ടു എന്ന് നമുക്ക് പറയാം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയുടെ പ്രകടനം സംബന്ധിച്ച് ഒരു ദേശീയ മാധ്യമ രാജ്യത്തെ പ്രമുഖ അനലിസ്റ്റുകൾക്കിടയിൽ ഒരു അഭിപ്രായ സർവേ നടത്തി. ഇതിൽ ആഭ്യന്തര വിപണിയുടെ 2025 സാധ്യതകളെക്കുറിച്ച് ഇവർ പങ്കുവയ്ക്കുന്ന അഭിപ്രായങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ഇടിയുമെന്നാണ് അവർ പറയുന്നത്. രാജ്യത്തെ മുൻനിര ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ, PMS സ്ഥാപനങ്ങൾ, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ എന്നിവയിൽ നിന്നുള്ള 45 മാർക്കറ്റ് അനലിസ്റ്റുകളാണ് ദേശീയ മാധ്യമമായ മണി കൺട്രോൾ സംഘടിപ്പിച്ച സമീപഭാവിയിലേക്കുള്ള ആഭ്യന്തര വിപണിയുടെ സാധ്യതകളെക്കുറിച്ച് അഭിപ്രായം പങ്കുവച്ചത്. ഇതുപ്രകാരം ബഹുഭൂരിപക്ഷം മാർക്കറ്റ് അനലിസ്റ്റുകളും ഇന്ത്യൻ വിപണിയുടെ ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്നും ഇനിയും തിരുത്തൽ നേരിടാമെന്ന നിഗമനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാർക്കറ്റ് സർവേയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ അനലിസ്റ്റുകളിൽ 63% പേരും ആഭ്യന്തര വിപണിയിൽ ഇനിയും പരമാവധി 10% മുതൽ 20% വരെ തിരിച്ചടി നേരിടാമെന്ന് സൂചിപ്പിച്ചത്. അവശേഷിക്കുന്ന 9% അനലിസ്റ്റുകൾ മാത്രമാണ് ഇന്ത്യൻ വിപണിയിൽ തിരുത്തൽ പൂർത്തിയായെന്നും ഇനി കാര്യങ്ങൾ തിരിച്ചടികൾ മുന്നിലുണ്ടാകുന്ന അഭിപ്രായവും പങ്കിട്ടത്. എന്തുകൊണ്ട് തിരിച്ചടി നേരിടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തിരിച്ചടി എന്നതിനെക്കുറിച്ച് അവർ പറയുന്നത്, അമേരിക്ക വീണ്ടും അധികാരം ഏറ്റെടുത്ത ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണനയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും അതിനെ തുടർന്നുള്ള അനിശ്ചിതാവസ്ഥയും ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റും രാജ്യത്തെ പണപ്പെരുപ്പ നിരക്കിൻ്റെ പ്രവണതകളും കാരണമാണ് ആഭ്യന്തര വിപണിയിൽ ഇനിയും ഗണ്യമായ തിരിച്ചടി നേരിടാനുള്ള സാധ്യത പ്രവചിക്കുന്നതെന്ന് മിക്ക അനലിസ്റ്റുകളും പറയുന്നുണ്ട്. റിസർവ് ബാങ്കിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച നിലപാട് വിപണിയെ സ്വാധീനിക്കാവുന്ന ഘടകമാണെന്നാണ് അവർ പറയുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച തീരുമാനങ്ങളും വ്യാപാര നിയന്ത്രണങ്ങളും നിബന്ധനകളും ഒക്കെയാവും സമീപഭാവിയിൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ സ്വാധീനിക്കുക എന്നതാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനികളുടെ സാമ്പത്തിക പ്രകടനങ്ങളും ആഭ്യന്തര വിപണിയിലെ ഉപഭോഗവും ആവശ്യകതയും സംബന്ധിച്ച ഘടനാപരമായ പ്രശ്നങ്ങളും ഒക്കെയാകും വിപണിയെ സ്വാധീനിക്കുക. എന്നാൽ 2025 കലണ്ടർ വർഷത്തിൻ്റെ അവസാന പ്രധാന അടിസ്ഥാന സൂചികയായ NSE നിഫ്റ്റി ഇവിടെ നിൽക്കാമെന്ന ചോദ്യത്തിന് അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 62% അനലിസ്റ്റുകളും 25,000 നിലവാരത്തിന് മുകളിലെന്നാണ് പ്രവചിച്ചത്. ഇതിൽ 46% വിപണി വിദഗ്ധരാകട്ടെ ഈ വർഷമൊടുവിൽ നിഫ്റ്റി സൂചിക 25,000 മുതൽ 27,000 നിലവാരത്തിനിടയിൽ ഉണ്ടാകാമെന്ന് പ്രവചിക്കുന്നു. 16% അനലിസ്റ്റുകൾ 27,000 നിലവാരം ഭേദിച്ച് നിഫ്റ്റി മുന്നേറാമെന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്.